നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എക്സോലോജിക് കമ്പനി തുടങ്ങിയത് അമ്മയുടെ പെൻഷൻ പണം കൊണ്ടാണെന്നാണ് പിണറായിയുടെ വാദം. എന്നാൽ ഈ കമ്പനിയുടെ ക്ലയൻസ് ആരൊക്കെയാണെന്ന് എന്നതിലേക്ക് അന്വേഷണം നീളുമ്പോഴാണ് രാഷ്ട്രീയ മാർഗത്തിലെ അഴിമതി പണം വെളുപ്പിക്കാനാണ് ഈ സ്ഥാപനം ഉപയോഗിച്ചതെന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ നടത്തിയ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRL എന്ന കമ്പനിക്ക് സഹായം ചെയ്തു കൊടുത്തുവെന്നും അതിന് പ്രതിഫലമായി വീണയുടെ കമ്പനി വഴി പണം എത്തിയെന്നും വ്യക്തമാണ്. 1.72 കോടി രൂപയുടെ ഇടപാടാണ് നടന്നതെന്ന് ഇതുവരെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാണ് താനും. ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ 3 ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതായത് ROC, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് SFIO. ഈ 3 അന്വേഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായാണ് കാണുന്നത്. 3 വർഷം മുമ്പ് വീണയുടെ എക്സോലോജിക്കിനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ പലതവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയം കേരളത്തിൽ ചർച്ചയായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാത്രമാണ്. 2020 നവംബർ മാസം മുതൽ വീണയുടെ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു. കർണാടക ROCയുടെ അന്വേഷണമായിരുന്നു നടന്നത്. അന്നെല്ലാം പലതവണ വീണയുടെ കമ്പനിക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. കൂടാതെ വിശദീകരണങ്ങളും തേടി. എന്ത് സോഫ്റ്റ്വെയർ സഹായം നൽകി എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും അതിനൊന്നും വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. GST അടച്ചിട്ടുണ്ടെന്ന വിശദീകരണമാണ് വീണയുടെ കമ്പനി നൽകിയത്. 2021 ജനുവരി 9 ആദ്യ നോട്ടീസ് അയച്ചത്. തുടർന്ന് 22/7/2022 വീണയുടെ കമ്പനി നോട്ടീസിന് മറുപടി കൊടുത്തു. തുടർന്ന് 11/8/2023 പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി വീണക്കും കമ്പനി ഓഡിറ്റർക്കും അയച്ചു കൊടുക്കുന്നു. തുടർന്ന് 8/9/2023 വീണ തൃപ്തികരമല്ലാത്ത ഒരു മറുപടി നൽകുന്നുണ്ട്. 29/12/2023 കമ്പനീസ് ആക്ട് പ്രകാരം കേസെടുക്കുകയും അന്വേഷണം വിപുലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ ROC നടത്തിയ അന്വേഷണ വിവരങ്ങളാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നത് അടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. തന്റെ കമ്പനിക്കെതിരെ ROC അന്വേഷണം നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് SFIO അന്വേഷണം വേണ്ടെന്നും കാണിച്ച് സമർപ്പിച്ച ഹർജിയിൽ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വീണയ്ക്ക് തന്നെ കുരുക്കാകുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതോടെ SFIO നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും കോടതിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണം കോടതി സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. ഈ വിവരങ്ങളൊന്നും അന്ന് മാധ്യമങ്ങളിൽ വന്നിരുന്നില്ല. വീണയുടെ കോടതിയിലെ വാദങ്ങൾ തന്നെ CPMന്റെ രാഷ്ട്രീയ പ്രതിരോധത്തെയും തകർക്കുന്നതാണ്. ഇപ്പോൾ കണ്ടെത്തിയ 1.72 കോടിക്ക് അപ്പുറത്തേക്കും അന്വേഷണം നടക്കുമെന്ന് ഉറപ്പാണ്. വീണയുടെ കമ്പനി സമാനമായ മാർഗത്തിൽ മാസപ്പടി വാങ്ങിയിരുന്നു എന്നത് അടക്കമുള്ള വിവരങ്ങളും അന്വേഷണ പരിധിയിലേക്കാണ് നീങ്ങുന്നത്. കേസുമായി സഹകരിക്കാനാണ് എക്സോലോജിക്കിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. ഇതിനൊപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പാടില്ലെന്നും വിധി വരുന്നതുവരെ അത്തരം നീക്കങ്ങൾ നടത്തരുതെന്നും കമ്പനി കാര്യ വകുപ്പിനും കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയ്ക്ക് ഒരു ആശ്വാസമാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ കേസിൽ ഹൈക്കോടതി വിധി പറയും. അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ അനുവദിക്കാത്തതും നിർണായകമായിട്ടുണ്ട്. ഇതോടെ അന്വേഷണം തുടരാൻ SFIOയ്ക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ടാണ് എക്സോലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണ കർണാടക ഹൈക്കോടതിയിൽ എത്തിയത്. വിധി പറയുന്നതുവരെ എക്സോലോജിക്കിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് കോടതി SFIOയ്ക്ക് നിർദ്ദേശം നൽകി. അതേസമയം SFIO ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സോലോജിക് ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്.
SFIO അന്വേഷണം നിലനിൽക്കില്ലെന്ന് എക്സോലോജിക് കോടതിയിൽ അവകാശപ്പെട്ടു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുകയാണ്. അത് തുടരാമെന്നും CMRLുമായി ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും എക്സോലോജിക് അറിയിച്ചു. അതോടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായെന്ന് കോടതി ചോദിച്ചപ്പോൾ അന്വേഷണ പുരോഗതി അറിയില്ലെന്ന് എക്സോലോജിക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചു. കരിമണൽ കമ്പനിയായ CMRLിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത്. SFIO, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കിയായിരുന്നു വീണയുടെ ഹർജി. അതിശക്തമായ മറുവാദം SFIOയും ഉയർത്തി. രാഷ്ട്രീയക്കാർക്ക് 135 കോടി കൊടുത്തുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം. ഇതുവരെ വീണയ്ക്ക് നോട്ടീസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും തീരുമാനിച്ചിട്ടില്ല. എക്സോലോജിക്കിന് സേവനമില്ലാതെ 1.72 കോടി നൽകിയെന്ന് കണ്ടെത്തിയെന്നും SFIO അറിയിച്ചിട്ടുണ്ട്. CMRLനും എക്സോലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ട വീണയ്ക്ക് SFIO സമൻസ് നൽകിയിരുന്നു. നേരത്തെ CMRLിലും KSIDCയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയത്. കമ്പനിയുടെ സേവനം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത്. നന്ദി.